ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ സൂര്യ നായകനായി എത്തുന്ന വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വാടിവാസൽ എന്ന സിനിമയെക്കുറിച്ച്. ഒരു ഘട്ടത്തിൽ സിനിമ ഉപേക്ഷിച്ചു, മറ്റൊരു ഘട്ടത്തിൽ വെട്രിമാരൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സൂരി സിനിമയിൽ നായകനായിട്ട് സൂര്യയ്ക്ക് പകരം എത്തുന്നു തുടങ്ങി ഒട്ടനേകം റൂമറുകൾ വന്നു കഴിഞ്ഞ സിനിമയെക്കുറിച്ച് അവസാനമായിട്ട് സംവിധായകൻ വെട്രിമാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് വിടുതലൈ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം ഉടനെ ആരംഭിക്കുന്ന തന്റെ സിനിമയായിരിക്കും വാടിവാസൽ എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വാടിവാസൽ അപ്ഡേറ്റുകൾ കേട്ട്. മലയാളത്തിലെ അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് ഐഡന്റിറ്റി. ടൊവിനോ തോമസ്, ത്രിഷ, വിനയ് റായ് തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ 99 ദിവസത്തെ ഷൂട്ടിംഗ് ഇതുവരെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരൊറ്റ അവസാനഘട്ട ചിത്രീകരണമാണ് ബാക്കി നിൽക്കുന്നത്. ഈ വർഷം രണ്ടാം പകുതിയിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ടൊവിനോട് ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാളം സിനിമ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ അപ്ഡേറ്റ് സിനിമയുടെ സംവിധായകൻ ഡിജോ പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചിത്രീകരണം 2025 ജനുവരിയിൽ ആരംഭിക്കുമെന്നാണ്. പള്ളിച്ചട്ടമ്പിയും ഒരു വമ്പൻ സിനിമയാണ്, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. 2019 റിലീസ് ചെയ്ത മികായേൽ എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരാനിരിക്കുന്ന സിനിമയാണല്ലോ മാർക്കോ ജൂനിയർ. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്ന ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പൂജ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ മെയ് 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:30 മൂന്നാറിൽ വെച്ചായിരിക്കും സിനിമയുടെ പൂജ നടക്കുക. മോളിവുഡിൽ അടുത്തൊരു പാൻ ഇന്ത്യൻ സിനിമ കൂടിയാണ് മാർക്കോ ജൂനിയർ. ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണല്ലോ ഓടും കുതിര ചാടും കുതിര. ചിത്രത്തിന്റെ അപ്ഡേറ്റ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. നടനും സംവിധായകനുമായ അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഫഹദ് നായകനായി എത്തുന്ന സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ്. ചിത്രത്തില് ഫഹദ്, കല്യാണി പ്രിയദർശൻ, ധ്യാൻ, ഒപ്പം തന്നെ വിനയ് ഫോർട്ട് തുടങ്ങിയവർ അഭിനയിക്കുന്നു. ഈ വർഷത്തിലെ ഇന്ത്യയിലെ വമ്പൻ സിനിമകളിൽ ഒന്നായ പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നാളെ പുറത്തുവരികയാണ്. പുഷ്പ പുഷ്പ എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം നാളെ മെയ് 1-ാം തീയതി വൈകിട്ട് 5:04 പുറത്തുവരിക. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ ദി റൂൾ എന്ന സിനിമ ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലേക്ക് എത്തും. ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാളം സിനിമയാണല്ലോ സൗബിന്റെ സംവിധാനത്തിൽ ദുൽഖർ നായകനായി എത്തുന്ന സിനിമ. കഴിഞ്ഞ ദിവസം നടികർ പ്രൊമോഷൻ വേളയിൽ സൗബിൻ തന്നെ മനസ്സ് തുറന്നിരിക്കുന്നത് ഒന്നല്ല 2 പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ കുറച്ച് സമയമെടുക്കും, വരാനായിട്ട് വൈകും എന്നാണ്. പറവയ്ക്ക് ശേഷം സൗബിൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ലാലേട്ടന്റെയും ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം. മലയാളത്തിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ ആദ്യ ഭാഗം ഈ 2024 തന്നെ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഇനി ഏകദേശം 10% ഷൂട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഈ വർഷം തന്നെ പൂർത്തിയാക്കാനായിട്ടും ഒപ്പം തന്നെ ഈ വർഷം അവസാനം ക്രിസ്മസ് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനും പ്ലാൻ ചെയ്യുന്നു. കാത്തിരിക്കൂ കൂടുതൽ റാം അപ്ഡേറ്റുകൾ കേട്ട്.